സമയം ഉച്ച 3:23 ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. പിന്നെ ഒരു ആഗ്രഹം, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മീൽ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കത്തിയൊക്കെ എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തു. അതിന് കുക്കർ വെച്ച് നമ്മൾ കുറച്ച് ജീരകം അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിലിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവോള ഇടുക. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ ഞാൻ എന്താ ഉണ്ടാക്കുന്നത്? എന്തായാലും നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ. ഈ സവാള പെട്ടെന്ന് എന്താ പറയുക, കുക്കാവാൻ വേണ്ടി നമ്മൾ ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റ് ആവും കേട്ടോ സവാള. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക. ആ സമയം കൊണ്ട് ഞാൻ ചെറുപയർ പരിപ്പും പിന്നെ മുതിരയും ഇത് രണ്ടും നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. മുതിര കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ളതല്ലേ, നല്ലതല്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നമ്മൾ അതിലേക്ക് ഇടുക. കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇമ്പോർട്ടൻ്റ്, നമ്മൾ കുക്കറിൽ കറി വയ്ക്കുമ്പോൾ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തുകൊണ്ട് കുക്കർ അടച്ചവിടെ റെസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ഡാൽ, പിന്നെ കഴിഞ്ഞാൽ എന്താ പൊട്ടാറ്റോ, നോർത്ത് ഇന്ത്യൻ മീലല്ലേ. സോ പൊട്ടാറ്റോ എടുത്ത് മാജിക്ക് ചെയ്ത പായില്ല, അതുകൊണ്ട് പീലർ കൊണ്ട് തന്നെ ഞാൻ പൊട്ടാറ്റോ നന്നായി പീൽ ചെയ്തു. ഇത് പൊട്ടാറ്റോ എന്തോ ഒരു ഡിഷാണ്, യൂട്യൂബിൽ കണ്ടുണ്ടാക്കുന്നതാണ്. സോ എന്തായാലും പൊട്ടാറ്റോ നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ചട്ടി എടുക്കുക. ചട്ടിയിൽ ഓയിൽ ഒഴിക്കുക, ജീരകം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പൊട്ടാറ്റോ ഇടുക. പൊട്ടാറ്റോ നല്ല ഭംഗിയിൽ കിട്ടുകയും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉടയാതെ നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിടാൻ പാടില്ല. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കുക്ക് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കുക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഉപ്പിടുക, അങ്ങനെ ചെയ്യാറ്. സോ പൊട്ടാറ്റോ അങ്ങനെ ആകുമ്പോഴേക്ക് ഞാൻ ആട്ടയൊക്കെ കുഴച്ച് നല്ല ഭംഗിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് സമയം നോക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളെ ഫുഡ് റെഡിയാണ്. പൊട്ടാറ്റോ, ദാൽ ഫ്രൈ, പിന്നെ ചപ്പാത്തി സോഫ്റ്റ് ആയി നിൽക്കാനുള്ള ടിപ്പും കൂടി പറഞ്ഞുതരേ. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഇത്രയും നെയ്യാക്കുക. സോ ഞാൻ എല്ലാം കൂടി പ്ലേറ്റിൽ വിളമ്പി ഇരുന്ന് കഴിച്ചു. സോ